ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്, ആ രേവതിയും സച്ചിയെ കണ്ടില്ലേ, എപ്പോഴും എന്തൊരു സ്നേഹത്തിലാ, പരസ്പരം അവർ വിട്ടുകൊടുക്കത്ത പോലും ഇല്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്താക്കിയെന്ന് പറഞ്ഞാലും അവർ തമ്മിലുള്ള സ്നേഹത്തിനും റൊമാൻസിനുമേ യാതൊരു കുറവുമില്ല. മോളെ, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താ ആന്റി, ആന്റി തെളിച്ചു പറ. അല്ല, മോള് വേണം ആദ്യം ഗർഭം ധരിക്കാൻ. എന്റെ ആന്റി, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം തന്നെയുള്ള നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ, വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? മോളെ, എനിക്കൊരാഗ്രഹമില്ലേ ഒരു മുത്തശ്ശിയാവാനായിട്ട്? എന്റെ 3 ആൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. 3 പേരും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചാണ് അവരുടെ വിവാഹം നടന്നതും. ഇനി എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണണം, അതാണ് ഈ അമ്മയുടെ ആഗ്രഹം. ആന്റി, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കൂടിയില്ല. മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊക്കെ വേണം, ഇപ്പൊ തന്നെ വേണം. ആ രേവതി അങ്ങനെ ഗർഭിണിയുള്ള അവസ്ഥ മോക്കറിയാമല്ലോ. പിന്നെ നമ്മളെല്ലാം അവളുടെ അടിമയാകേണ്ടി വരും. ഈ കുടുംബത്തിലെ എന്റെ മൂത്ത മകൻ സുധിയ, അവന്റെ കുഞ്ഞായിരിക്കണം ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പുത്രൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരി ആന്റി, ഞങ്ങൾ നോക്കാന്ന് പറയുമ്പം നോക്കാന്ന് പറഞ്ഞ പോരാ, എത്രയും പെട്ടെന്നേ അമ്മയ്ക്കൊരു സന്തോഷ വാർത്ത കേൾപ്പിക്കണം എന്നൊക്കെ പറയുമ്പം ശരി ആന്റി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഓ, ഈ തള്ള ഇതെന്താ ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെക്കുന്ന സാധനം വല്ലതും ആണോ? പറയുമ്പോ ഉണ്ടായി വരാനായിട്ട് ആവണ്ടേ എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് കട്ടയായിട്ട് പോയിരിക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി, എന്താ നീ മോഹമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പൊ തന്നെ കുഞ്ഞു വേണോന്ന്? ഇപ്പൊ കുഞ്ഞു വേണോന്നോ? എവിടെന്ന് കൊടുക്കാനാ? ആ, അത് തന്നെ ഞാനും ചോദിക്കുന്നേ. രേവതി ഗർഭിണിയാകുന്നതിന് മുമ്പേ ഞാൻ ഗർഭിണിയാവണമെന്ന് പറഞ്ഞത്. അത് പിന്നെ അമ്മ പറഞ്ഞത് കാര്യമില്ലേ ശ്രുതി? ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത പയ്യൻ, അപ്പൊ എന്റെ കുഞ്ഞ് ആയിരിക്കണ്ടേ ആദ്യം ഉണ്ടാവേണ്ടത്? അതൊക്കെ ശരിയാ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? കുഞ്ഞുണ്ടാവണ്ടേ? ഇതെങ്ങാനും ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനമല്ലാണോ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നേ? എന്തായാലും ആ രേവതി ഉടനെ ഗർഭിണിയാകാൻ പാടില്ല, അത് നമ്മൾ വേണം. അല്ലെങ്കിലേ ആ സച്ചി ഉണ്ടല്ലോ, എന്നെ കളിയാക്കി കൊല്ലും. എനിക്കതിനുള്ള കഴിവില്ലെന്നും പറഞ്ഞ് അവൻ എന്നെ നാണം കെടുത്തും എന്ന് പറയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞു വേണം ശ്രുതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനും അതിന് വേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല ശ്രുതി, അത് നടക്കേണ്ട സമയമാകുമ്പോഴല്ലേ നടക്കുള്ളൂ എന്നും അവൾ ചോദിക്കാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഇതേ ചർച്ച തന്നെയാണ് നമ്മുടെ രേവതിയുടെ റൂമിലും. സച്ചി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞുവാ വേണം, അല്ലേ രേവതി? എന്റെ പൊന്ന് സച്ചിയേട്ടാ, നിങ്ങളുടെ അമ്മയ്ക്ക് പിന്നെ അത് മതി. ഞാനങ്ങനെ ഗർഭിണിയായാലേ തീർന്നു. ഏറ്റവും മൂത്ത പുത്രനായ സുധി വേണം ആദ്യം അച്ഛനാവാനെന്നാ നിങ്ങളുടെ അമ്മ പറയുന്നേ. ആ കിഴങ്ങൻ അച്ഛനായില്ലെങ്കിലും നമുക്ക് എന്താ കുഴപ്പം? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. എത്രയും പെട്ടെന്നേ ഞാനൊരു അച്ഛനാവണം, എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. നിനക്കറിയാലോ, എൻ്റെ ആ ഫ്രണ്ട്, അവനെ ഒരു അച്ഛനായപ്പം എന്ത് സന്തോഷമാണെന്നറിയോ? ഞങ്ങൾക്കെല്ലാം പാർട്ടിയും ട്രീറ്റും ഒക്കെ തന്നു. അതുപോലെ എനിക്കും കൊടുക്കണം എല്ലാവർക്കും. ഇതറിയുന്ന സന്തോഷത്തിലേ ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും രേവതി പറയാണ്, എന്തായാലും നന്നായി പ്രാർത്ഥിക്ക്, ഈശ്വരനുള്ള വഴി കാണിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ്, അതിന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ എന്നും പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയത്ത് തന്നെ വർഷയുടെ മുറിയില് ശ്രീകാന്തും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. വർഷ പറയാണ്, ഒരു തവണ ഞാൻ വന്ന് നിന്നോട് പറഞ്ഞിരുന്നു ഈ കാര്യത്തെ പറ്റി. അന്ന് നീ പറഞ്ഞതൊക്കെ എന്താണെന്ന് നീ ഓർക്കുന്നില്ലേ? പക്ഷെ ഇപ്പൊ എനിക്കവിടെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ഒരു വീഡിയോ കണ്ടു, ഞെട്ടിപ്പോയിന്ന് പറയുന്നുണ്ട്. എന്ത് വീഡിയോ? അല്ല, ഈ അമ്മമാരൊക്കെ മക്കളെ പ്രസവിക്കുന്ന വേദനയെക്കുറിച്ച് ഞാനൊരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മയൊക്കെ എന്നെ അങ്ങനെയാണല്ലോ പ്രസവിച്ചെന്ന് ഓർക്കുമ്പോൾ ഞാൻ പിന്നെ ഒറ്റ മോളാന്ന് കരുതാം. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ 3 ആമക്കളല്ലേ? ഇത്രയും തടിമാടന്മാരെ 3 ആമക്കളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയെ ഭയങ്കര സംഭവം തന്നെയാ. ശ്രീകാന്ത് പറയാണ്, അതെ, ഞങ്ങളെ പ്രസവിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഇത്ര വലിയ തടിമാടന്മാരൊന്നും അല്ലായിരുന്നു, ഞങ്ങളും കുഞ്ഞുങ്ങളായിരുന്നു. ഓ, അതെനിക്കറിയാം. എങ്കിലും അതൊക്കെ ഭയങ്കര സംഭവമാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എൻ്റെ ഈശ്വര, ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞിട്ട് ശ്രുതി നമ്മുടെ വർഷ പോയി കിടക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, അല്ല, വീട്ടിലിപ്പോ എല്ലാവരും ചോദിച്ചു തുടങ്ങി ആർക്കും വിശേഷമൊന്നും ആയില്ലേന്ന്. ഈ വീട്ടിൽ 3 മരുമക്കളും അടുപ്പിച്ചടുപ്പിച്ച് കയറി വന്നാണല്ലോ. 3 പേരിൽ ആദ്യം ആരായിരിക്കും ഗോളടിക്കാൻ പോണെന്നാ എല്ലാവരും സംശയം എന്ന് പറയുമ്പം ഏറ്റവും മൂത്ത ആള് സുധിയേട്ടനല്ലേ, പിന്നെ സച്ചിയേട്ടനും. നീ ഏറ്റവും ഇളയതല്ലേ, അതുകൊണ്ട് നമുക്ക് പയ്യെ മതി, ആദ്യം അവരുടെ നടക്കട്ടെ എന്നും വർഷ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പം നമ്മുടെ
നമ്മുടെ രേവതി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് സച്ചിയാണെങ്കിൽ നല്ല മീൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്യാനും പറയാണ്. രേവതി ആണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് വെക്കുമ്പോഴേക്കായിരിക്കും അതിന്റെ സ്മെല്ലടിക്കുമ്പം രേവതിക്ക് വല്ലാണ്ട് തോന്നുന്നുണ്ട്. അവള് പെട്ടെന്ന് ഒന്ന് വൊമിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, ഓ നാശം, ആ വാഷ് ബേസിൻ എല്ലാം കുളവാക്കി, നിനക്ക് മിറ്റത്തെങ്ങാണം പോയിക്കൂടായിരുന്നു എന്ന് ചോദിക്കാണ്. രവി പറയുന്നുണ്ട്, അയ്യോ മോളെ എന്താ പറ്റിയേ, കഴിച്ചതെങ്ങാണം പിടിക്കാതായി പോയോ, എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, അച്ഛാ ആ മീൻ്റെ മണം അടിച്ചപ്പോ എനിക്കൊന്ന് ഛർദ്ദിക്കാൻ വന്നു. സച്ചി ചോദിക്കാണ്, മീൻ്റെ മണം അടിച്ചപ്പോ ഛർദ്ദിക്കാൻ വന്നെന്നോ, നീ എന്തൊക്കെയാ പറയണേ, നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള മീനല്ലേ ഇത്, എത്ര തവണ നീ എനിക്കിത് വാർത്തു തന്നിരിക്കുന്നു, അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചോദിക്കാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ മനസ്സ് ആകെപ്പാടെ കിടന്ന് ഇടിക്കാണ് കേട്ടോ. എൻ്റെ ഈശ്വര, ഇനി ഇവളെങ്ങാണ് ഗർഭിണിയാണോ, ഗർഭിണിയാവുന്ന സമയത്താണല്ലോ ഇങ്ങനെ മണമൊന്നും പിടിക്കാതെ വരുന്നത്, എൻ്റെ ദൈവമേ എല്ലാം കുഴഞ്ഞു എന്നും ഇവൾ ഓർക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആ സമയത്ത് സച്ചിയേട്ടാ എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുന്നു പറയുന്നുണ്ട്. നീ ഇവിടെ വന്ന് ഇരുന്നേ, അതെങ്ങനാ, വെളുപ്പിന് 4 മണിക്ക് എണീച്ച പോലെ ജോലിയല്ലേ, ഈ 9-10 മണിവരെ വീട്ടിലെ ജോലി ചെയ്യും, പിന്നെ പുറത്തു പോയി കച്ചവടം കാര്യങ്ങളും വെയിലത്തൂടെ നടന്ന് അതിനുശേഷം വീണ്ടും വന്ന് വീട്ടിലെ ജോലി, പിന്നെ എങ്ങനെയെന്ന് പറ, റെസ്റ്റ് വേണ്ട മനുഷ്യനായാല് അതെങ്ങനാ, ഇവിടെ കുറെ മനുഷ്യനും അല്ല മൃഗവും അല്ലാത്ത കുറെ ജന്തുക്കളുണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, നേരത്തിന് കയ്യും കഴിയും ടേബിളിന് മുമ്പിൽ വന്ന് ഇരുന്നാൽ മതിയല്ലോ, വേറെ ഒന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. രവി പറയാണ്, എടാ അവക്ക് തലകറക്കവും ക്ഷീണമൊക്കെ ഉണ്ട്, ഇനി BP വേരിയേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നോക്കെന്ന് പറയുമ്പം ശരിയാ രേവതി, നീ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ വേണ്ട സച്ചിയേടാ, ഇനി ഒരുപാട് ജോലി എടുക്കാം. രവി പറയുന്നുണ്ട്, ജോലി ചെയ്യാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, അവര് വേണമെങ്കിൽ ചെയ്തോളും, മോള് പോയിട്ട് വാ. എടാ സച്ചി, ഹോസ്പിറ്റലിലേക്ക് പോയിട്ടേ നീ കുറച്ച് ഭക്ഷണം വാങ്ങി കൊടുക്കണം കേട്ടോ, രാവിലെ എണീച്ചിട്ട് ഒന്നും കഴിച്ചതും അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് രേവതിയും കൂട്ടി സച്ചിയെയും കൂട്ടി പറഞ്ഞു വിടുന്നുണ്ട്. അല്ല മോനെ, ഞാനോട് പറഞ്ഞ ചോദിക്കുമ്പം വേണ്ടച്ചാ സാറിലെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്നാ ഞാനും വരുന്നു, എന്തായാലും രേവതി ചേച്ചി തനിയെ പോകണ്ട, ഒരാളും കൂടെ കൂടെയുള്ളതേ നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് വർഷയും കൂടെ അവരുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഇവര് ഹോസ്പിറ്റലിലേക്ക് പോവാൻ കേട്ടോ. നമ്മുടെ രേവതിക്ക് നല്ല തളർച്ച ക്ഷീണമായിട്ടുണ്ട്. വർഷ അവളെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. സച്ചിയാണെങ്കിൽ രേവതി ഞാൻ എടുക്കണമെന്ന് ചോദിക്കുമ്പം വേണ്ട സച്ചിയേട്ടാന്നും പറഞ്ഞിട്ട് രേവതി വർഷയുടെയും സച്ചിയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്, ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കാണ് കേട്ടോ. രേവതി പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് തീരെ സുഖമില്ല, ഇന്നലെ തളർക്കും പോലെ തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല വൊമിറ്റിങ്ങും ഉണ്ട്, എന്താണെന്ന് അറിയില്ല, ഇന്നലെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല, എന്നും കഴിക്കുന്ന പോലെ തന്നെ ഉള്ളൂന്ന് പറയുമ്പം ശരി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാമ്പിളൊക്കെ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാണ് നമ്മുടെ സച്ചിയും രേവതിയും വേണ്ടിയിട്ട്. വർഷ പുറത്ത് വെയിറ്റ് ചെയ്യായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, കൺഗ്രാജുലേഷൻ സച്ചി, താങ്കൾ അച്ഛനാവാൻ പോവാണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി രേവതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഡോക്ടറെ ഞാൻ എന്താ കേൾക്കുന്നത്, ഞാൻ അച്ഛനാവാൻ പോവാണെന്നോ? അതേ സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി എണീച്ചെന്ന് തുള്ളിച്ചാടുന്നുണ്ട്. രേവതി കേട്ടോ, ഞാൻ അച്ഛനാവാൻ പോവാണെന്ന്, ഇന്നലെ കൂടി ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് അച്ഛനാവണമെന്ന്, കണ്ടോ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഞാനെടുത്ത് വട്ടം കയറട്ടെ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയാണ്, ഹലോ ഹലോ അതിനുള്ളൊന്നും ആയിട്ടില്ല, അതെ എടുത്ത് വട്ടം കറക്കാനൊന്നും പാടില്ല, ഇനിയേ അങ്ങോട്ട് കുറേ ശ്രദ്ധിക്കണം, ഇനി 3 മാസം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം, ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, 3 മാസത്തേന് നന്നായി ശ്രദ്ധിക്കണം, എങ്കിലും മാത്രമേ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് അടുത്ത ടൈമിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇയാള് ബോഡി ഭയങ്കര വീക്കാണ്, ആ നല്ല പ്രോട്ടീനും പോഷക സമ്പുഷ്ടമായ ആഹാരം എല്ലാം കഴിക്കണം, ജ്യൂസും അതുപോലെ നല്ല വെള്ളവും എല്ലാം കഴിക്കണം, ആഹാരം തീരെ ഇല്ലല്ലേ, തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു, നല്ല വിളർച്ചയുണ്ട്, ബ്ലഡിനും നല്ല കുറവുണ്ട്, അതുപോലെ തന്നെ ബോഡി നന്നായിട്ട് വീക്കായിട്ടുണ്ട്, ഈ ഒരു പരുവം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ നല്ല പാടായിരിക്കും സച്ചി, അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ തന്റെ ആഗ്രഹം സഫലമാകുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടറെ എന്ത് ചെയ്യണം, എന്ത് വാങ്ങിക്കൊടുണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാം, ഇവളെ ഇനി ഒരു പണിയും ചെയ്യിക്കില്ല,
ഇവള് വീട്ടിലെ കാര്യമെല്ലാം നോക്കുന്ന ഇവളാ. ഇനിയിപ്പം ഇവിടെ ഒന്നും ചെയ്യിപ്പിക്കില്ലെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാ നിങ്ങക്ക് തന്നെ കൊള്ളാം. ആളുടെ ബോഡി നല്ല വീക്കാണ്. അതുകൊണ്ട് ഞാൻ റെഫർ ചെയ്യുന്ന എല്ലാ ഫുഡും കൃത്യ അളവിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇനി വൊമിറ്റിങ്ങും തലകർക്കും ഒക്കെ ഉണ്ടാവും. എപ്പോഴും നല്ല റെസ്റ്റ് വേണ്ട സമയമാണിത്. പടിക്കെട്ടിറങ്ങുമ്പോഴും ബാക്കി എല്ലാ സമയത്തും നന്നായി സൂക്ഷിക്കണം. വെയിറ്റ് എടുക്കാനോ ഒന്നിനും പാടില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി ഓക്കെ പറയുന്നുണ്ട്. രേവതിയും കൂട്ടി പതിയെ പുറത്തേക്ക് ഇറങ്ങാണ്. വർഷ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നമുണ്ട്. അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. അതെ, നീയൊരു ഇളയമ്മയാകാൻ പോവാണെന്ന് വർഷയോട് പറയുമ്പം ഇളയമ്മയോ? അതെ, ശ്രീകാന്ത് ഒരു ഇളയച്ചനും ഞാനൊരു അച്ഛനാവാൻ പോവാണെന്നും സച്ചി പറഞ്ഞു കേൾക്കുമ്പോഴേക്കും വർഷ തുള്ളി ചാടുന്നുണ്ട്. വർഷയാണെങ്കിൽ രേവതിയെ കെട്ടിപ്പിടിച്ച് ആണെ ചേച്ചിന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ ഫോൺ വിളിച്ച് ഈ കാര്യം അവിടെയുള്ള എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. ശ്രീകാന്തിനോട് വിളിച്ച് പറയാണ്. ശ്രീകാന്ത് പിന്നെ അവിടെയുള്ള എല്ലാവരും അറിയിക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുമ്പോഴേക്കും ചന്ദ്രയുടെ ചങ്ക് പടക്കുകയാണ്. ചന്ദ്ര ഓർക്കുന്നുണ്ട്, ഈശ്വര എല്ലാം തൊലഞ്ഞല്ലോ, ഞാൻ എന്ത് പേടിച്ചോ അത് തന്നെ സംഭവിച്ചല്ലോ. ഏറ്റവും ആദ്യം എന്റെ ശ്രുതിമോള് ഗർഭിണിയാവണമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെങ്കിൽ ഒന്നും നടന്നില്ല. ആദ്യം ആ പൂക്കാരിയാണല്ലോ ഗർഭിണിയായത് എന്ന് മനസ്സിലോർത്ത് സങ്കടപ്പെട്ട് നിൽക്കാണ്. അപ്പോഴേക്കും അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ദേ രേവതി മോള് ഇപ്പൊ കയറി വരും. പെട്ടെന്ന് ആരതി എടുക്കുന്ന ചന്ദ്രനോട് പറയുമ്പം അവളെന്താ വലിയ യുദ്ധത്തിനും പോയിട്ടാണോ ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കാൻ? ദേ ചന്ദ്രെ പറഞ്ഞനുസരിച്ചാ മതി, കൂടുതൽ ഇങ്ങോട്ടേക്ക് ഡയലോഗൊന്നും വേണ്ട, മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര സങ്കടപ്പെട്ടുകൊണ്ട് വിഷമിച്ച് ഭയങ്കര ദുഃഖത്തിലാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് പൂജാമുറിയിൽ നിന്നും ആരതി ഒഴിയുന്ന പാത്രമൊക്കെ ആയിട്ട് ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് സച്ചിയും രേവതിയും വർഷയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ചന്ദ്രയെ കൊണ്ട് രേവതിക്ക് ആരതി ഒഴിഞ്ഞ് കയറ്റിക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അച്ഛനാവാൻ പോവാ, അച്ഛനെ ഒരു മുത്തച്ഛനാവാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ അറിഞ്ഞിടാ, എല്ലാം ശ്രീകാന്ത് പറഞ്ഞു. ദേ ഞാനിവിടെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് റെഡിയായിട്ട് ഇരിക്കായിരുന്നു പറയുന്നുണ്ട്. ആണോ? ദേ ഞാനും കൊണ്ടുവന്നുവെന്ന് അവൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയുള്ള അങ്ങോട്ട് ദിവസം സന്തോഷത്തിന്റെ ദിവസമാണെന്ന് രവീന്ദ്രൻ പറയാണ്. 10 മാസം കഴിയുമ്പം ഈ വീട്ടിലൂടെ ഒരു കുഞ്ഞുവാവ് ഓടിക്കളിക്കുള്ളെന്ന് ഓർക്കുമ്പോളേ അച്ഛന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യണ എന്നൊക്കെ പറഞ്ഞ് സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്. വർഷ പറയാണ്, ഇത് കേട്ടപ്പോ ഞാനും ആകെപ്പാടെ സന്തോഷത്തിലായി അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ഇവര് കയറുന്നുണ്ട്. ചന്ദ്രന്റെ മുഖമാണെങ്കിൽ തെളിഞ്ഞിട്ട് കൂടിയില്ല. സച്ചി പറയാണ്, ഇവിടെയൊക്കെ ചിലരുടെ മുഖം കടന്നല് കുത്തിയ പോലെ ആയച്ചാ. സാധാരണ മകന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പം ഞാനൊരു മുത്തശ്ശിയാകാൻ പോവാണെന്ന് ഓർത്ത് സന്തോഷിക്കും. ഇവിടെ അങ്ങനൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചി. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, അവള് പണ്ടേ അങ്ങനെ ആണല്ലോ. ശ്രുതി പറയാണ്, എന്തായാലും ഞാനായിരുന്നല്ലോ മൂത്ത പുത്രൻ, പിന്നെ നീ എന്തിനാടാ ഇപ്പൊ ഇത് ചെയ്തെന്ന് ചോദിക്കുമ്പം അങ്ങനെയാ കഴിവുള്ളവര്, അല്ല നിന്നെ പോലെ മണ്ണൂസായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കളിയാക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, ഒന്ന് മിണ്ടാതിരിക്കും ശ്രുതി എന്നും പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്ത് രേവതിക്ക് നല്ല ക്ഷീണമാണ്. അല്ല രേവതി മോക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തോന്ന് ചോദിക്കുമ്പം ഇല്ലച്ചാ ഞാൻ കഴിക്കാനാവെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നില്ലായിരുന്നു. ഡോക്ടറെ കുറെ പറഞ്ഞിട്ടുണ്ട്, ഇവക്ക് ബ്ലഡ് തീരെ കുറവാ, അതുപോലെ തന്നെ ആരോഗ്യം കുറവാണെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നേ, ബോഡി വീക്കാണെന്ന് പറഞ്ഞു. നല്ല രീതിക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം, അതുകൊണ്ട് ഇനി എന്തുണ്ടെങ്കിലും ഞാൻ മേടിച്ചിട്ട് കൊടുത്തോളാച്ചാ. എന്തൊക്കെ സാധനം വേണമെന്ന് ലിസ്റ്റിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ കൊണ്ടുവരും. ദേ രേവതി മര്യാദയ്ക്ക് കഴിച്ചോണം കേട്ടോ. അച്ഛാ അത് മാത്രമല്ല 3 മാസത്തേക്ക് നല്ല റെസ്റ്റും വേണം എന്നാ പറഞ്ഞിരിക്കുന്നേ. ഒരു വെയിറ്റ് എടുക്കാനോ മറ്റൊന്നും ചെയ്യാൻ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നേ. അത്രയ്ക്കുള്ള ബോഡി വീക്കാണ്. എന്തായാലും ഞാൻ പോയിട്ടേ നല്ല ചൂട് മസാല ദോശ വാങ്ങിക്കൊണ്ട് വരാം. ഇപ്പൊക്കെ ഗർഭിണികളാണല്ലേ കഴിക്കുന്നതെന്ന് ചോദിക്കാണ്. രേവതി പറഞ്ഞത്, സച്ചിടാ എനിക്കിപ്പോ അങ്ങനെ തോന്നില്ല, എനിക്കൊന്ന് കിടന്നാ മതി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചാടി ഇരുന്നിട്ട് ചോദിക്കാണ്, കിടക്കാനോ? അപ്പൊ പാത്രമൊക്കെ ആര് കഴിവും? ദേ നീ വറുക്കാൻ വെച്ചിട്ട് പോയ മീനെ ഞാൻ വറുത്ത പോലെ വെച്ചു, ബാക്കി സാമ്പാർ അരി വെച്ചൊക്കെ ആര് കറി വെക്കും? മര്യാദയ്ക്ക് പോയി കറി വെച്ച് ആ പാത്രമൊക്കെ കഴി വെച്ച് പെരയൊക്കെ തുടയ്ക്കാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും സച്ചി ചന്ദ്രന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ചന്ദ്ര പേടിച്ചു പുറകോട്ട് മാറുന്നുണ്ട്. എന്താടാ നീനെ തല്ലാൻ വരുവാണോ? അതെ, വേണ്ടി വന്നാൽ ഞാൻ തല്ലും, അമ്മയാണെന്നും ഞാൻ നോക്കില്ല. ഞാനിവിടെ പറഞ്ഞു നിൽക്കുന്നൊന്നും അമ്മ കേൾക്കുന്നില്ലേ?
ഡോക്ടർ പറയുന്നതാണെന്നറിയാവോ, അവൾക്ക് ആ ബോഡി ആകപ്പാടി വീക്കാണെന്ന്. അത് മാത്രല്ല 3 മാസത്തിന് നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ 3 മാസവും അവൾ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും. അവൾക്ക് വേണ്ടിയ ഫുഡെല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തോളാം. നിങ്ങൾക്ക് വേണമെങ്കിലേ നിങ്ങൾ കഴിച്ചാൽ മതി. എനിക്ക് യാതൊരു നിർബന്ധമില്ല. വേറെ 2 മരുമക്കളുണ്ടല്ലോ, വേണമെങ്കിലേ ഉണ്ടാക്കി കഴിച്ചാൽ മതി. എനിക്ക് യാതൊരു നിർബന്ധമില്ല. അച്ഛനും എനിക്കും എന്റെ ഭാര്യയ്ക്കുള്ളത് ഞാൻ റെഡിയാക്കിക്കോളാമെന്നും സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോഴേക്ക് ചന്ദ്ര പറയാണ്, ഓഹോ, അപ്പ ഇവളെ ഇവിടുത്തെ സൂചിപ്പിക്കാൻ പോവാണോ നീ? അതെ, അങ്ങനെ തന്നെയാ. ഇത്രയും കാലം അമ്മയൊക്കെ സുഖിച്ചതല്ലേ എന്റെ ഭാര്യ കിടന്ന് കഷ്ടപ്പെട്ടിട്ട്. അതുകൊണ്ട് ഇനി കുറച്ചാള് അവൾ കിടന്ന് സുഖിക്കട്ടെ. അവളെ കൊണ്ട് ഒരു പണി ഞാൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവളിവിടെ രാജകുമാരിയെ പോലെ ഇരിക്കും. കാരണമേ അവളുടെ വയറ്റിലെ ഈ സച്ചിയുടെ കുഞ്ഞാ വളരുന്നത് എന്നൊക്കെ പറയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, അവള് കിടന്നിങ്ങനെ ചെലച്ചോണ്ടേയിരിക്കും. മോനൊന്ന് കാര്യമാക്കണ്ട, മോളെയും കൂട്ടി മുറിയിലേക്ക് പോയിക്കോ. ശേഷം അവക്ക് വേണ്ട ആഹാരം കൊണ്ട് കൊടുക്ക്, അവള് കഴിക്കട്ടെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി അവളെയും കൂട്ടി മുകളിൽ നിലയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര ഓർക്കാണ്, ഈശ്വര, ആകെപ്പാടെ പണിയായല്ലോ, ഇനി ജോലി മൊത്തം ഞാൻ ചെയ്യേണ്ടി വരുമോ? അന്ന് തന്നെ ഇവളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ദിവസം പണിയെടുത്തപ്പോ തന്നെ ഞാൻ നാട് പൊടിഞ്ഞതാ. ഇനി 3 മാസവും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമോ ഈശ്വര എന്ന് ആലോചിക്കാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആന്റി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കിവിടെ ഒരു സെർവന്റ് നിയമിച്ചാലോ? ഞാനും 3 ക്യാഷ് ഞാൻ തരാം. സച്ചിയും ഒരു ഭാഗം ഇടട്ടെ, വർഷയും ഒരു ഭാഗം തരട്ടെ എന്ന് പറയുമ്പോൾ വർഷ പറയാണ്, ആന്റി, ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നേ. കാരണം ആന്റിയെ കൊണ്ട് അത്രയ്ക്കൊന്നും പണിയും ചെയ്യാനൊന്നും ആന്റിയെ കൊണ്ട് സാധിക്കില്ല. ഞാനും ഈ ചേച്ചിയൊക്കെ ജോലിക്ക് പോകുന്നവരല്ലേ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് എങ്ങനെ അത്രയും ജോലിയൊക്കെ ചെയ്യാറ്? അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, കൊള്ളാം, എന്തായാലും ഇത്രയും കാലം ആ ഒരു പെങ്കൊച്ചു കിടന്ന് രാവിലെ എഴുന്നേറ്റ് ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഈ വീട് മുഴുവൻ നോക്കിയപ്പോ ആർക്കും ഒന്നും അറിയണ്ടായിരുന്നല്ലേ? അപ്പൊ ആർക്കും ജോലിക്കാരും അറിയണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ കുട്ടിക്ക് വൈകുന്നറിഞ്ഞപ്പോ തന്നെ ഒരു സെർവന്റിനെ നിയമിക്കാൻ മാത്രമായില്ലേ എന്നൊക്കെ ചോദിക്കാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും തൽക്കാലം ഇപ്പം അതിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രുതിക്കും വർഷക്കും ജോലി ചെയ്യാൻ വയ്യെങ്കിൽ വേണ്ട. പക്ഷെ ഇവിടെ ചന്ദ്രയുണ്ട്, അവള് ജോലി ചെയ്യുമെന്ന് പറയുമ്പം, ഏട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? രവിയേട്ടാ, ഇത്രയും പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? എന്റെ നടു പൊടിയും. എന്താണ് അതിന്റെ ബുദ്ധിമുട്ടെന്നുള്ളതേ നീ അറിയണം. ഇത്രയും കാലം രേവതി എന്ത് ചെയ്താലും നിനക്ക് ഒന്നും മതിയാവില്ലായിരുന്നല്ലോ. അവളെ കുറ്റപ്പെടുത്തില്ലായിരുന്നോ? അതുകൊണ്ടേ തന്നെ താനെ പോയി ജോലിയൊക്കെ ചെയ്ത് തീർക്കാൻ നോക്ക്. എന്തായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഒരു സെർവറിന് നിർത്തണം വേണ്ടതെന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അതുവരേക്കും തന്നെ പോയി കിടന്ന് കഷ്ടപ്പെട്ടാ മതി എന്നൊക്കെ പറയാണ്. ആകെപ്പാടെ അടി കിട്ടിയ അവസ്ഥയില് ചന്ദ്ര പോയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അടുക്കളയില് നല്ല പണിയാണ്. വർഷയാണെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ കുത്തിക്കൊണ്ട മുറിയില് ജോലി ആയിട്ടിരുന്ന പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. സച്ചി പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് രേവതിക്കും കൊടുത്താള് ഭക്ഷണം കഴിപ്പിക്കുന്നൊക്കെയുണ്ട്. ശ്രുതി ആണെങ്കിൽ ഇവിടെ നിന്ന് ജോലിപ്പിക്കുമെന്ന് പേടിച്ചിട്ട് അവൾ അവളുടെ പാറലിലേക്കും പോകുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ നടുവൊടിഞ്ഞ് ആ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും രേവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് നമ്മുടെ അച്ഛമ്മയുടെ ഒരു വരവുണ്ട്. എന്തായാലും നല്ല രസമുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.